പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിരണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. 24 മണിക്കൂർ മുതൽ 36 മണിക്കൂറിനുള്ളിൽ വൻ അറ്റാക്ക് നടക്കും. അവർ സ്വയം പേടിക്കുന്നുണ്ട്. അവർ സ്വയം പേടിക്കുന്നതല്ല, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറയുന്നു. പാകിസ്ഥാനിലൊരു മന്ത്രി പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇൻഫർമേഷൻ മന്ത്രി അട്ടോള്ള തരാർ, അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അയാൾ പറയുന്നു, എനിക്ക് വിശ്വസനീയമായ വിവരമുണ്ട്, ഇന്ത്യ ഉറപ്പായിട്ട് ഏത് നിമിഷവും നമ്മളെ ആക്രമിക്കും. നമ്മൾ പറഞ്ഞു ഈ പഹൽഗാമിൽ എന്താണ് നടന്നതെന്ന് നമുക്കൊരു അന്വേഷണം നടത്താം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അത് ഗൗനിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മളെ അടിക്കാൻ പോവാണ്, നമുക്ക് ഉറപ്പാണ്, കിട്ടും അട്ടോള കരയാണ്, നിലവിളിക്കാണ്. ആ പാകിസ്ഥാനിലെ PTV ഒരു വാർത്ത കൊടുത്തു, സംപ്രേഷണം ചെയ്ത് ആൾ വായിച്ചിട്ട് ജനം പേടിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പക്കലുള്ള ആധുനികമായ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങളുണ്ടല്ലോ, റഫേൽ യുദ്ധവിമാനങ്ങളും റഷ്യ തന്നിരിക്കുന്ന ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിലൊന്നായ സുഖോയ് Su-30 MK ഈ വിമാനങ്ങളൊക്കെ LOCയിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ആക്രമിക്കാൻ പാകത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ LOCയിലേക്ക് പറക്കുന്നു, സംഭവം ഉറപ്പായി, അടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് PTV വാർത്ത കൊടുക്കുന്നു. അതുകൂടാതെ അവർ കൊടുത്തിരിക്കുന്ന വേറൊരു വാർത്തയുണ്ട്, LOCയിൽ ലൈൻ ഓഫ് കൺട്രോൾ. ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല, സിംല കരാർ പിന്മാറുന്നു പാകിസ്ഥാൻ പറഞ്ഞ ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല, വരയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് കയറാം. POK ഇപ്പോൾ നമ്മുടെയാണ്. കാരണം POK അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ബൂട്ടോ ആയിട്ട് മുറിയടച്ച് ചർച്ച നടത്തി ഉണ്ടാക്കിയതാണല്ലോ LOC അംഗീകരിച്ചത്. LOCയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയപ്പോൾ ഇനി പാക് അധിനിവേശ കാശ്മീർ ഇപ്പം നമ്മുടെയാണ്, നമ്മൾ വേണം അങ്ങോട്ട് കയറിയതാണ്. കാരണം അവർക്കൊന്നും പറയാൻ പറ്റില്ല, LOC ഇല്ല. അപ്പോൾ ആ അവസ്ഥയിൽ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ LOCയിലേക്ക് നമ്മുടെ ക്വാഡ് കോപ്റ്റേഴ്സ് പറന്നു വരുന്നു. ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ പോലത്തെ, ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ പോലത്തെ ഡ്രോണുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിമിതമായ അറിവ് വെച്ച്. പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളാണ്. അത് LOCയിലേക്ക് പറക്കുന്നു എന്നുള്ള വാർത്തയും PTV സംപ്രേഷണം ചെയ്തു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇതെല്ലാം വായിക്കുന്ന ജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അടി വരുന്നുണ്ട്. പാകിസ്ഥാൻ തന്നെ പറഞ്ഞു അതിർത്തിയിൽ നിന്ന് എല്ലാവരും മാറിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വല്ലാത്ത ഭയന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ, മന്ത്രിമാരുൾപ്പെടെ നിലവിളിച്ച് അടി വരുന്നുണ്ട്. 24 അല്ലെങ്കിൽ 36 മണിക്കൂറിനകം ഇന്ത്യ ആക്രമിക്കാൻ പോവുക. അതിന് അവർ പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞു, ഓരോ ആക്രമണം ഉണ്ടായതിന് ശേഷം എത്ര മണിക്കൂറിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഉറിയിൽ 2016 സെപ്റ്റംബർ 18 ഉറി ഭീകരാക്രമണം ഉണ്ടായി. സെപ്റ്റംബർ 29 11 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിച്ചു. പുൽവാമയിൽ 2019 ഫെബ്രുവരി 14 ഭീകരാക്രമണം ഉണ്ടായി. നമ്മൾ 26-ാം തീയതി തിരിച്ചടിച്ചു, 12 ദിവസം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത് 22-ാം തീയതിയാണ്, ഏപ്രിൽ 22-ാം തീയതിയാണ്. ഇന്നാകുമ്പോഴത്തേക്ക് 9 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കണക്ക് 12 ദിവസം 13 ദിവസം എന്നുള്ള കണക്ക് നമ്മളെന്തോ ഒരു ഇതൊക്കെ പാറ്റേൺ പോലെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് 12 ദിവസം കഴിഞ്ഞാൽ 11 ദിവസമായിരുന്നു, 12 ദിവസമായിരുന്നു, ചിലപ്പോൾ ഇത്തവണ ചിലപ്പോൾ 13 ദിവസമോ 14 ദിവസമോ അടി കിട്ടിയേക്കും എന്നൊരു തോന്നൽ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ വല്ലാതെ ഭയന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ഉറി ആക്രമണവും പുൽവാമ ആക്രമണവും നടന്നപ്പോൾ നമ്മൾ സൈനികമായ തിരിച്ചടി മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സിന്ധു നദീജല കരാറിൽ നമ്മൾ പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വെള്ളമില്ല. അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭ്യമാണ്. നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിന് തൊട്ടു മുമ്പ് ആ മേഖലയിൽ എത്രമാത്രം സിന്ധു നദിയിൽ വെള്ളമുണ്ടായിരുന്നു, അതിനുശേഷം എത്ര ജലം കരാറിൽ നമ്മൾ പിന്മാറുന്നു, നമ്മൾ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രദേശത്തെ വീണ്ടും സാറ്റലൈറ്റ് ചിത്രം വന്നത് വല്ലാത്ത വരൾച്ച, നദി വരണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ പിന്മാറാൻ എന്ന് പറഞ്ഞാലൊന്നും ഇതൊന്നും ശരിയാവത്തില്ല, എങ്ങനെ ഈ വെള്ളം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2014 അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, എന്താണ്, ഈ നദീജല കരാർ, പാകിസ്ഥാനുമായുള്ള നമ്മുടെ നദീജല കരാർ നീതിയുക്തമല്ല, ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്നതല്ല, പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാകുന്നതാണ്. നമ്മൾ ഈ പദ്ധതിയിൽ കരാർ ഒപ്പിട്ട 80% വെള്ളം അവർക്കാണ്. നമുക്കവിടെ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ കൃഷി ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല, നമുക്ക് ലോക്കൽ കൺസംഷൻ മീൻ പിടിക്കാം, അല്ലെങ്കിൽ നദിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കാമെന്നല്ലാണ്ട് നമുക്ക് നമ്മുടെ പഞ്ചാബിലും മറ്റു മേഖലകളിലേക്കുള്ള കനാൽ വഴിയൊന്നും വെള്ളം ഒഴുക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ മോദി 2014 മുതൽ തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിനെക്കുറിച്ച് പലതവണ സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ പല പ്രദേശങ്ങളിലും സിന്ധു നദിയിൽ പലയിടത്തും, ഈ പാകിസ്ഥാനിലെ ഒരു സിന്ധു നദിയിൽ മാത്രമല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന 6 നദികളിൽ നമ്മൾ പലയിടത്തും തടയണകൾ നിർമ്മിച്ചിട്ടുമുണ്ട്.
പാകിസ്ഥാൻ അത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്തിട്ട്, കാരണം പാകിസ്ഥാന് വെള്ളം കിട്ടുന്നുണ്ട്, തടയണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഒരുപാട് കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ കനാലുകളിലേക്ക് നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഷട്ടർ ഇട്ട് നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 15ഓളം കനാലുകൾ സിന്ധു നദിയിൽ നിന്നും മറ്റ് 6 നദികളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് ജലം ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു അടുത്തിടയ്ക്കാണ് ലോകബാങ്കിന്റെ തന്നെ സഹായത്തോടുകൂടി ഒരു കൂറ്റൻ ഡാം നമ്മൾ കമ്മീഷൻ ചെയ്ത് അവിടെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ ഈ 14 മുതൽ ഉള്ള 11 വർഷത്തിനിടയ്ക്ക് ഈ നദീജല കരാർ റദ്ദാക്കപ്പെടണമെന്നുള്ളൊരു വിഷൻ മോദി സർക്കാരിന് ഉണ്ടാവുകയും അങ്ങനെ ഒരു ദിവസം റദ്ദാക്കപ്പെടേണ്ടി വന്നാൽ ഈ വെള്ളത്തെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച ചില പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു സർക്കാരിന് വേണ്ടത് ദീർഘവീക്ഷണമാണ് അല്ലേ? ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കണം. മോദി വന്നപ്പോൾ മുതലേ ഈ നദീജല കരാർ വേണ്ട, അത് പുനഃപരിശോധിക്കണം എന്ന് വെറുതെ പറയുക മാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ അത് റദ്ദാക്കേണ്ടി വരുമെന്ന് മോദിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ റദ്ദാക്കിയാൽ ആ നിമിഷം മുതൽ വെള്ളം നമുക്ക് ആ പാകിസ്ഥാന് കൊടുക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഈ 11 വർഷത്തിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷട്ടറുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മേഖലയിൽ കടുത്ത വരൾച്ച ഉള്ളതായി ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഇവർ വെള്ളം വെച്ചിട്ട് പറഞ്ഞു, എന്താ ഈ ഭൂട്ടോയുടെ മകൻ എന്താ ഇട വരുന്നത്, ബിലാവൽ ഭൂട്ടോ എന്താ പറഞ്ഞ, വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, നമ്മുടെ രക്തം ഒഴുകണ്ടെന്ന് വെച്ച് നമ്മൾ വെള്ളം അങ്ങോട്ട് കൊടുത്തു. ഉറി ഡാം അങ്ങ് തുറന്നു കൊടുത്തപ്പോഴത്തേക്ക് സർവത്ര വെള്ളമായിപ്പോയി. ഇനി വെള്ളം വേണ്ടെന്ന് ബിലാവൽ ഭൂട്ടോ പിന്നീട് പറഞ്ഞു തോന്നുന്നത്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഈ വെള്ളമില്ലേ കുടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പൊ ഇന്ത്യ അങ്ങനത്തെ ഒരു യുദ്ധം പാകിസ്ഥാനിൽ ആഭ്യന്തരമായി ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ആയുധം ഉപയോഗിക്കാത്ത ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിലുള്ളവരെ പുറത്താക്കി. നമ്മൾ ഈ പാകിസ്ഥാന്റെ ആകാശപാത നമുക്ക് വിലക്കിയപ്പോൾ നമ്മൾ തിരിച്ച് പാകിസ്ഥാനെയും വിലക്കി. പാകിസ്ഥാനും നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ് ഈ ആകാശപാത നിരോധിക്കുന്നുമുണ്ട്. അതും നോക്കുമ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാനാണ് നഷ്ടം കൂടുതലുണ്ടാകാൻ പോകുന്നത്. അതും ഡാറ്റ നമ്മൾ പറയുന്നതെല്ലാം ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും പാകിസ്ഥാൻ വല്ലാതെ ഭയന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ ജനങ്ങൾ വല്ലാതെ പാനിക്കാണ്. അതിനിടയ്ക്ക് വന്നൊരു വാർത്ത, മിനിഞ്ഞാന്ന് പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 4.2 ഒക്കെ മാർക്ക് ചെയ്ത ഒരു ഭൂകമ്പം ഉണ്ടായി. അതെ, ഈ ഭൂകമ്പത്തെക്കുറിച്ച് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രചരിക്കുന്നത് തീർച്ചയായും അറിയോ? പാകിസ്ഥാൻ ഓരോന്ന് പറഞ്ഞു കേട്ട് സ്വയം ആശ്വസിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്തൊന്നുമില്ല. പാകിസ്ഥാൻ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ മറ്റേ സാധനമുണ്ട്, നമ്മൾ അത് പൊട്ടിച്ചതാണ് ഈ ഭൂകമ്പം ഉണ്ടായത് എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാനിലെ ഒരു പ്രചാരണം ബുധനാഴ്ച രാത്രി 10 മണിക്കാണ്. ഖൈബർ പക്തൂണിലെ സ്താൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. സ്താലില് ഖൈബർ പക്തൂണിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നുണക്കഥയാണെന്ന് പറയുന്നത്. ഖൈബർ പക്തൂൺ മേഖലയിൽ TTP, അതായത് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുള്ള TTPക്ക് നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ പോയി പാകിസ്ഥാൻ ഒരു ആണവ പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ചെന്ന് അവർ വെടിവെച്ച് കൊല്ലും. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ ബലൂചിസ്ഥാൻ മേഖലയിലും ഖൈബർ പക്തൂൺ മേഖലയിലും പാകിസ്ഥാനികളെ കണ്ടാൽ അവർ തലവെട്ടിയെടുക്കുന്നവരാണ് ഈ TTP, അഫ്ഗാൻ ബന്ധമുള്ള താലിബാൻ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ടൊരു അണുവിസ്ഫോടന പരീക്ഷണം നമ്മൾ നടത്തി. അത് കറാച്ചി വരെ അതിൻ്റെ ഇതുണ്ടായി. ISI ആണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഇപ്പോൾ ISIയുടെ തലവനായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്, അയാളെ ഇപ്പോൾ പാകിസ്ഥാനിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ അജിത് ഡോവലാണ് മോദിയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഡോവൽ എന്തും ചെയ്യും. ഡോവൽ എന്ത് ചെയ്യുമെന്നുള്ളത് ഉടച്ചതമ്പുരാന് പോലും പറയാൻ പറ്റാത്തത്ര സങ്കീർണവും രഹസ്യാത്മകവുമായി ചെയ്യുന്ന ആളാണ് ഡോവൽ. അപ്പോൾ ഡോവലിനോട് മുട്ടി നിൽക്കാൻ വേണ്ടി ISIയുടെ തലവനെ തന്നെ ഇപ്പോൾ മുഹമ്മദ് അസീം മാലിക്കിനെ തന്നെ NSA ആക്കി മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ പറഞ്ഞ പോലെ ഈ ആണവ സ്ഫോടനം നടത്തി എങ്കിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വരുമായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ആണവ സ്ഫോടനം നടത്തിയിട്ടുണ്ട് കൃത്യമായി അറിയാനുള്ള സംവിധാനമൊക്കെ അമേരിക്കയ്ക്കൊക്കെ ഉണ്ട്, നമുക്കുമുണ്ട്. ആരും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇവൻ എന്തോ ചക്കക്കുരു എടുത്ത് അടുപ്പിലിട്ട് പൊട്ടിച്ച മറ്റായിരിക്കാം. ഏതായാലും ഉണ്ടായി. പിന്നെ ചിലർ പറയുന്നുണ്ട് ചൈനയിൽ നിന്ന് ആയുധമൊന്നും ആയിരിക്കില്ല വന്നത്, ഈ സ്ഫോടനം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെ വിട്ടുകൊടുത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പല തിയറികളുണ്ട്. ഈ തിയറികളൊക്കെ ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികൾ തന്നെയാണ്.
കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ സാധനമുണ്ട്, നമ്മളത് ഇന്നലെ കൂടെ പരീക്ഷിച്ചതാണ്, സംഗതിയൊക്കെ നമ്മൾ പൊട്ടിക്കും ഉടക്കി സ്വാമി അല്ലേ, തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൊട്ടിക്കാനുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്നറിയോ, നമ്മുടെ സാധനമുണ്ട്, നമ്മൾ ഇന്നലെ പൊട്ടിച്ച് കേട്ടോ, എന്നോട് കളിക്കരുത്, ഞാൻ ഭയങ്കരനാണ്, ആണ്ടി ഭയങ്കര അടിക്കാരനാണ് എന്ന് പറയുന്ന പോലെ ആണ്ടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധനം ഉണ്ടെന്ന് പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം 2 അക്ഷരമാണ്, ഭയം. ഭയം വല്ലാതെ പാകിസ്ഥാനെ ഗ്രസിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 155 mm പീരങ്കികൾ ഉപയോഗിക്കാനുള്ള ഷെല്ലുകൾ പോലും പാകിസ്ഥാനിലില്ല. സാമ്പത്തിക പ്രതിസന്ധി വന്ന പാകിസ്ഥാൻ പട്ടാളം ഇതെല്ലാം ഉക്രൈന് 3rd ചാനൽ വഴി മറിച്ചു വിറ്റു എന്നുള്ള വാർത്ത ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഇന്ത്യയിലെ ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പേടിച്ച് വിറച്ച് ഇനി അറ്റാക്ക് വന്ന് ചാകുമോ എന്നറിയത്തില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കാര്യയുടെ പറയണം, നമ്മുടെ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഉണ്ട്, പുള്ളി ആള് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു വാർത്ത വരുന്നുണ്ട്, അദ്ദേഹം റാവൽപിണ്ടി ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വല്ലാത്ത ഭയം വരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്താണ് അസുഖം എന്നുള്ളൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.